എലിസബത്ത് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂത്താട്ടോള അസോസിയേഷനിലെ കുറച്ച് അമ്മമാരും കുറച്ച് കുട്ടികളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ക്രൂസിൽ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഏകദേശം ഒരു 22 പേരോളം ഉണ്ട്. ഇന്ന് ഭർത്താക്കന്മാരെയൊക്കെ ഞങ്ങൾ വീട്ടിലിരുത്തിയേക്കാണ്. ലേഡീസ് തന്നെയാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ക്രൂസ് ഇതാണ്. ഇത് വേൾഡിലെ ലാർജസ്റ്റ് വുഡൻ ദൗ ക്രൂസാണ്. ഇതിൻ്റെ പേര് റൂസ്റ്റാർ എന്നാണ്. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ക്രൂസൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കളർഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ടാണ് ഈ ക്രൂസുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. ഈ 22 പേരോളം ഉള്ളതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ ഇരിക്കാനുള്ള ഒരു സീറ്റ് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മളവിടെ വന്നിട്ട് അന്നേരം തന്നെ ടിക്കറ്റ് എടുക്കാം, ഇഷ്ടമുള്ള ക്രൂസ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇത് ദുബായിൽ 2-3 സ്ഥലത്തു നിന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ക്രൂസുകളൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ദേറ ക്രീക്കിൽ നിന്നാണ്. ഈ ക്രൂസിൽ ഒരാൾക്ക് 50 ദിറംസാണ്. ഇനി ഞങ്ങൾ ക്രൂസിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ 50 ദിറംസ് കൊടുത്താൽ നമുക്ക് ഡിന്നർ ഉണ്ടാവും. 2 മണിക്കൂർ ജേർണിയാണ്. പിന്നെ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ കുറഞ്ഞ റേറ്റിലും ഉണ്ട് കേട്ടോ ക്രൂസുകളൊക്കെ. അപ്പോൾ ഞങ്ങൾ ക്രൂസിനുള്ളിലേക്ക് കിടന്നു. നോക്ക്, എന്ത് വിശാലമായിട്ടുള്ള ഏരിയ ആണിത് അല്ലേ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ക്രൂസിന് 2 ഡെക്കാണുള്ളത്. ഒന്ന് അപ്പർ ഡെക്കും പിന്നെ ലോവർ ഡെക്കും. ഇതാണ് ലോവർ ഡെക്ക്. ഇത് ഫുള്ളി കവേർഡാണ്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസൊക്കെ നടത്താറ്. കാരണം ഫുള്ളി കവേർഡ് അല്ലെങ്കിൽ സൗണ്ട് എല്ലാം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇതെല്ലാം കവർ ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പർ ഡെക്കിലാണ്. അപ്പോൾ ഞങ്ങളിനി അപ്പർ ഡെക്കിലേക്ക് പോവുകയാണ്. അപ്പർ ഡെക്ക് ഓപ്പണാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ചൂടൊന്നുമില്ല. അപ്പോൾ മുകളിലിരിക്കുകയാണ് ഒന്നും കൂടെ നല്ലത്. ഇതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആയിട്ടേ കാണുന്നത്. ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിലുള്ള ഈ ഇതൊക്കെ കാണാമെന്നുള്ളതാണ് ഉള്ളൂ. വേറെ അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല. പിന്നെ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പ്രോഗ്രാംസൊക്കെ കണ്ട് 2 മണിക്കൂർ അടിച്ചു പൊളിക്കാം. ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും വന്നില്ല, കുറച്ച് പേരും കൂടെ വരാനുണ്ട്. പിന്നെ ഇത് കുറച്ച് ടൈം 9 മണിയാകുമ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 9 മണി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. ഈ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിന്നർ കൊടുത്തു തുടങ്ങും. ഇവിടെ ബഫറ്റ് ഡിന്നറാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇതിങ്ങനെ വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരവസരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള യാത്രകളൊക്കെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഇതിനെപ്പറ്റി അറിയില്ലാത്തവരും പലരും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അപ്പോൾ ഈ ഡിന്നറിന് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നുള്ളത് ഇനി ഞാൻ കാണിച്ചു തരാം.
എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി താഴെ പോവുകയാണ്. താഴെ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കയ്യിൽ ഹെന്ന ഇടണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഇവിടെ നടക്കുന്നത് ട്രഡീഷണൽ തനൂറ ഡാൻസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ നമുക്കൊന്ന് കാണാം.
പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ജേണി തീരാറായി. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ കേട്ടോ. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടമായി. ഇതുപോലെ ക്രൂസിൽ പോകാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരണം. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.